ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ടുമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോങ്സോ എന്ന് പറയുന്ന ഒരു സദേൺ ഭാഗത്തെ ചൈനയിലെ ഒരു വലിയൊരു നഗരമാണ്. ചൈനയിലെ മൂന്നാമത്തെ നഗരമാണ് ഗോങ്സോ. ഗോങ്സോ പ്രധാനമായിട്ടും ഫേമസ് എന്ന് പറയുന്നത് ഗോങ്സോ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ് എന്ന് വേണമെങ്കിൽ പറയാം. സ്നിക്കേഴ്സ്, ഇങ്ങനെ ക്ലോത്തിങ് ഡ്രസ്സുകൾ, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റഡ് ഡ്രസ്സുകൾ, വാച്ച് ഫാക്ടറി, പിന്നെ ഇവിടെ ഒരു ഫർണിച്ചർ മാർക്കറ്റ്, അങ്ങനെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ്, അങ്ങനെ ധാരാളം സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗോങ്സോ എന്ന് പറയുന്നത്. അപ്പോൾ ഗോങ്സോയിൽ നിന്ന് ഇവിടെ പറയുകയാണ്, കഴിഞ്ഞ 2-3 വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഫർണിച്ചർ മാർക്കറ്റ്, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്മോൾ കമ്മോഡിറ്റീസ് ഒക്കെ വിൽക്കുന്ന മാർക്കറ്റ്, അതിൻ്റെ ബിസിനസ് സാധ്യതകൾ, നാട്ടിലെങ്ങനെ അത് വെച്ച് ബിസിനസ് ചെയ്യാം, നാട്ടിലെങ്ങനെ കൊണ്ടുവരാം എന്നുള്ള വീഡിയോ ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഇക്ബാലിക്ക, മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മൾ ഇവിടെ അറിയാൻ പോവാണ്. അപ്പോൾ അതാണ്ട് സനീനുണ്ട്, സനീൻ മകനാണ്. പോയല്ലേ? സനീൻ നാൻജിങ് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാൻജിങ്ങിൽ സനീൻ ഫ്ലൈ ചെയ്ത് പോയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ പോകുന്നത് ബീജിങ്ങിലോട്ടാണ്, തലസ്ഥാന നഗരത്തിലോട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്ത് പോകുന്നത്. അവസാനം നമ്മൾ നമ്മുടെ ഗോങ്സോ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗോങ്സോയിൽ നിന്ന് ബെയ്ജിങ്ങിലോട്ടാണ് നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്ത് പോകുന്നത്. ഗോങ്സോ എയർപോർട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള എയർപോർട്ടാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈവൻ ദ റെയിൽവേ സ്റ്റേഷൻസ് ആർ ബിഗർ ദാൻ തിരുവനന്തപുരം എയർപോർട്ട്, റൈറ്റ്? നമ്മുടെ ഇവിടുത്തെ ഏത് റെയിൽവേ സ്റ്റേഷൻ എടുത്താൽ പോലും അത് തിരുവനന്തപുരത്തിനെ കാട്ടി വലിയ എയർപോർട്ട്, ഒരു റെയിൽവേ സ്റ്റേഷൻ പോലുമാണ്. ഇവിടെ കുറച്ച് ഫ്ലാഗുകളുണ്ട്, ചൈനയുടെയും പിന്നെ ഇവരുടെ എയർപോർട്ടിൻ്റെ ഫ്ലാഗാണ്, ബയ്യൂൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്ലാഗാണ്. അവിടെ കുറച്ച് വിമാനങ്ങൾ നിരത്തി ഇരിക്കുന്നത് കാണാം. എനിക്കൊന്ന് ചൈനീസ് ലോക്കൽ എയർലൈൻസ് ആണ്, ഇവരുടെ ഡൊമസ്റ്റിക് എയർലൈൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. എല്ലാ എയർപോർട്ടിലും ഇവർ ആൻറ്റി എക്സ്പ്ലോഷൻ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഒരു കമ്പിട്ട് സ്റ്റിക്കിട്ട് ഇങ്ങനെ കുത്തി നോക്കും. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിലോട്ടാണ്, T1 നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ടെർമിനൽ വേറൊരു ഭാഗത്തായിട്ടാണ്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ അയ്യോ ഇത്രയും തിരക്ക്, കുറേ ആളുകൾ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ അടുത്ത് ഇവിടെ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് എന്താ പറയുക, ഒരു സ്മോൾ കമ്മ്യൂണിറ്റി ഐറ്റംസ് അല്ലെങ്കിൽ ഫർണിച്ചർ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പരിപാടിയുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അതിനു വേണ്ടിയായിരുന്നു ഞാൻ ആക്ച്വലി ഈ യാത്ര ഇങ്ങോട്ട് ആക്കിയത്. അപ്പോൾ ഞാൻ കണ്ടപ്പോഴും ഏകദേശം നമുക്ക് നാട്ടിൽ വലിയൊരു ലാഭത്തിൽ പല സംഭവങ്ങളും, ഫർണിച്ചറിൽ തന്നെ പല ഐറ്റംസും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു 50-40% ഒക്കെ നമുക്ക് ലാഭം കിട്ടും, ഈവൻ ലോജിസ്റ്റിക്സ് കഴിഞ്ഞാലും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് ഉപകാരമായിരിക്കുമെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് പറയുവാണ്. അപ്പോൾ എന്തായാലും ഞാനിവരെ ഒന്ന് വിട പറയട്ടെ. സനീൻ കാണാം കേട്ടോ, സാധനം കണ്ടതിൽ സന്തോഷം കേട്ടോ. കാണാം, ശരിയാണ് സാധനം, അടുത്ത തവണ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ തന്നെ കാണില്ലേ, ഗോങ്സോയിൽ കാണില്ലേ? നാൻജിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മളിനി ബെയ്ജിങ്ങിലോട്ട് പോവാം. നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മളിനി ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ പോലും എൻ്റെ ഞാൻ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ചെക്കിങ്ങും കാര്യങ്ങളായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ് കേട്ടോ ചൈനയിൽ. അത് ഈവൻ റെയിൽവേ സ്റ്റേഷനായാൽ പോലും ഭയങ്കര അവസ്ഥയാണ്. ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ധാരാളം എയർലൈൻസ് ഒതുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഹൈനാൻ്റെ 2-3 എയർലൈൻസ് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഷെൻജനിലാണ്. ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഷെൻജൻ എയർലൈൻ കിടക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ ഈസ്റ്റ് ചൈന, നമ്മുടെ എയർ ചൈനയാണ്. അതുകൊണ്ട് അവിടെ വൈറ്റ് കിടക്കുന്നത്. നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തായിട്ടുള്ള സിറ്റിംഗ് ഏരിയ ആണ്. നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് താഴോട്ടാണ് നമ്മൾ പോകുന്നത്. ഷെൻജൻ എയർലൈൻ്റെ ധാരാളം ഫ്ലൈറ്റുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ ബോർഡിങ്ങിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ബോർഡിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഡയറക്റ്റ് അല്ല, നമുക്കിവിടെ ഒരു ബസ്സുണ്ട്. ബസ്സിൽ കയറിയിട്ട് വേണം അവർ നമ്മളെ വിമാനത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല, നിൽക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ. ഫുള്ള് ആളുകൾ. അവർ ആക്ച്വലി ടെർമിനൽ ചേഞ്ച് ചെയ്തു, അതുകൊണ്ടാണ് അവർ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നത്. നമ്മൾ പോകുന്നത് ആ കാണുന്ന ഷെൻജൻ എയർലൈനിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വേറെ 2-3 ഷെൻജൻ എയർലൈന് അവിടെ ഉണ്ട്. വെള്ളത്തിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. ചറുകി അടിച്ച് വീഴും.
നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട്. യെസ്, ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. ഇവിടെ ബിസിനസ് ക്ലാസ്സിൽ ആക്ച്വലി ഇവർ നമുക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഇവർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഓപ്ഷന് പറയാറുണ്ട്. നമ്മുടെ എക്കണോമി സീറ്റ് സെക്ഷൻ ഈ ഒരു കാണുന്നതാണ്. എക്കാസിൻ്റെ 6C-യും എൻ്റെത് അവിടെയും. ഉറക്കമൊന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു വന്ന്. ഫുൾ ഉറക്കമായിരുന്നു. അവസാനം നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അത് നമ്മുടെ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല വലിയൊരു എയർപോർട്ടാണ് നമ്മുടെ ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ. അങ്ങനെ നമ്മുടെ ബാഗെല്ലാം കളക്ട് ചെയ്ത് നമ്മളിനി പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് കുറേ ആളുകളെ പിക്ക് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ധാരാളം ആളുകളുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ സബ്വേ കണക്റ്റഡ് ആണ്, നമ്മുടെ മെട്രോ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് സിറ്റിയിലോട്ട് പോകാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ്. നമ്മുടെ സബ്വേ ഇത് നമ്മുടെ ഡൊമസ്റ്റിക് ഭാഗമാണെന്ന് തോന്നുന്നു. എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ഭാഗമാണ്, ഇൻ്റർനാഷണൽ ടെർമിനലല്ല. ഇത് നമ്മൾ വരുന്നത് T3 ടെർമിനലാണ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ. നമുക്ക് നേരെ ഇവിടുത്തെ സബ്വേയിൽ പോകാനായിട്ട് വളരെ ഈസി ആക്സസിങ് ആയിട്ട് നമുക്ക് പോകാൻ കഴിയും. താഴെയാണെങ്കിൽ നമ്മുടെ ബസ്സും നമ്മുടെ ടാക്സിയൊക്കെ വരുന്ന വഴിയും നേരെ പോയാൽ നമുക്ക് സബ്വേ ആണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ സബ്വേ ഈ തൊട്ടടുത്താണ്. പക്ഷേ സബ്വേക്ക് നോക്കിയപ്പോൾ 25 രൂപ, 25 യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 300 രൂപ അടുപ്പിച്ച് വരും. നമ്മളങ്ങനെ അവസാനം ടാക്സി എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. ഇവിടെ നമുക്ക് ഉള്ള സബ്വേ ഉണ്ട്. ബട്ട് സബ്വേ എക്സ്പെൻസീവ് ആണ്. 25 യുവാനാണ്. 25 യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു തുക വരുന്നുണ്ട്. ഒരു 300 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി ടാക്സി അതിനെക്കാട്ടി ചീപ്പാണ്. 300 രൂപ പോലും വരുന്നില്ല. രണ്ടുപേർക്കും കൂടെ 300 രൂപ പോലും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാക്സി എടുത്തു. അപ്പോൾ നമ്മൾ ഇനി സിറ്റിയിലോട്ട് പോവുകയാണ്. അവിടെ ഒരു വിമാനം വന്നിറങ്ങുന്നതിന്റെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പോയി വിമാനം. നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ട് വന്നത് നമ്മൾ ബെയ്ജിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെമ്പിളിലോട്ടാണ്. ലാമ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ലാമ ടെമ്പിളിന്റെ മുൻഭാഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചൈനീസ് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ. ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം ഇതുപോലുള്ള പഴയ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം സുവനീർ ഷോപ്പുകളൊക്കെയാണ്. നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് മനോഹരമായിട്ടുണ്ട്. ബട്ട് ഭയങ്കര ഒരു ടൂറിസ്റ്റ്. നമ്മളൊരു ബുദ്ധ ക്ഷേത്രം കാണാൻ വന്നപ്പോൾ ഇവിടെ മുഴുവൻ ടൂറിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈബില്ല. വാട്ട് ഹാപ്പൻഡ് അക്ക? ഹൗ ഡു യു ഫീൽ? ഇറ്റ്സ് സോ ബോറിംഗ് റൈറ്റ്? ഭയങ്കര ബോറിംഗ് തോന്നുന്നു. ഫുള്ള് തിക്കും തിരക്കും. ഫുള്ള് ഇവരുടെ ചൈനീസ് ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ. ഈ വണ്ടി നല്ല രസമുണ്ടല്ലോ. ചെറിയ മിനി വണ്ടി, 2 പേർക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ വണ്ടിയാണ്. ഇതാണ് നമ്മുടെ മുൻഭാഗം. നമുക്ക് കയറാനായിട്ടുള്ള മുൻഭാഗമാണ്. ഇവിടെ എല്ലാം നല്ല തിരക്കാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട്. ഇതാണ് നമ്മുടെ ചൈനയിലെ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ഒരു ടിബറ്റൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മൾ ബാഗ് വെക്കാൻ വേണ്ടി സോനിയ ഷോപ്സ് തപ്പി നടക്കുവാണ്. 24 ജസ്റ്റ് കീപ്പിംഗ് ദ ബാഗ്. നമ്മളങ്ങനെ കരുണാനിധിയുമായിട്ടുള്ള ഒരു കടയെ കണ്ടു. അവർക്ക് ബാഗ് ഏൽപ്പിച്ചു. ടിബറ്റ് ക്ലിനിക് ആണ്. ഇത് നമ്മുടെ ടിബറ്റ് ബുദ്ധിസം ആണ് ഈ കാണുന്നത്. അതാണ് നമ്മുടെ പഴയകാല ബുദ്ധിസം. മെയിൻലാൻഡിലോട്ട് നമ്മുടെ ബുദ്ധിസം വന്നപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്ത് വണ്ടി തിരക്കാ! ചൈനയിൽ നിന്നുള്ള നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. സ്പെഷ്യലി ഒരു വീക്കെൻഡ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ഹോളിഡേ സമയത്തൊന്നും നമുക്ക് ചൈനയിൽ ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല.
കാരണം ഈ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ ഒരു കുത്തന ഒഴുക്കാണ്. നമുക്ക് അഡ്വാൻസ് ആയിട്ടും ഇവിടെ വന്നിട്ടും നമുക്ക് ലൈവായിട്ട് നമുക്ക് വന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 25 യുവാനാണ് നമ്മുടെ ടിക്കറ്റ് വില. ഫോർ വി പേ ഹലി ഓർ ക്യാഷ്? വാട്ട് യു വാണ്ട്? I don't know, up to you. 50. നമുക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന്റെ വില 300 രൂപയാണ്. നല്ല വില ഉണ്ട്. 300 രൂപയുടെ ടിക്കറ്റ് കൊണ്ടാണ് നമുക്ക് ഇതിൽ കയറാൻ പോകുന്നത്. പിന്നെ നാട്ടിലെ പോലെ ടൂറിസ്റ്റിന് ഒരു വില, ലോക്കൽസിന് ഒരു വില, അങ്ങനെയില്ല. ഇവരുടെ 50 യുവാൻ. ഇവിടോട്ട് വരുന്നവർ ദയവേത് കുടവല്ലോ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ 60-65 വയസ്സിന് മുകളിലുള്ളവർക്ക്, പിന്നെ കൊച്ചു കുട്ടികൾക്ക് 6 മുതൽ 8 വയസ്സായുള്ളവർക്കൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഹാഫാണ്. ഇവിടെ നമുക്ക് സിഗരറ്റിൻ്റെ ലൈറ്ററൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ലോഡ് സിഗരറ്റിൻ്റെ ലൈറ്റർ കിടക്കുന്നു. നമ്മൾ എൻട്രി പോയിന്റിലോട്ട് കയറുവാണ്. ഇവിടെ നമുക്ക് 3 തിരി കത്തിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് കിട്ടുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സ്കാൻ ചെയ്ത് നമ്മൾ കയറുന്നു. ഇതിലെന്താ കൂപ്പൺ എന്തോ ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് അറിഞ്ഞൂടാ. കൂപ്പണാണോ എന്തോ കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ലോഡ് ആളുകൾ നമ്മൾ പുറത്തേക്കാട്ടി തിരക്കാണ്, അകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗ്രൂപ്പ് ടൂറായിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരാൾ അവർ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ടെമ്പിള് പണിതതെന്ന് പറയുമ്പോൾ നമ്മുടെ മിൻ ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അന്ന് നമുക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. മിൻ ഡൈനാസ്റ്റിയുടെ സമയത്ത് രാജാവിന് ക്യൂണൊക്കെ ഉണ്ടല്ലോ, രാജ്ഞിമാരൊക്കെ ഉണ്ടല്ലോ, ഒന്നല്ല അതിൽ കൂടുതൽ രാജ്ഞിമാരുണ്ട്. അപ്പോൾ ആ രാജ്ഞിമാരുള്ളപ്പോൾ ഈ രാജാവിൻ്റെ കൂടെ ഉള്ള ആളുകളുണ്ടല്ലോ, സഹായിക്കാനായിട്ടൊക്കെ ഇവർ കൂടെ ഉള്ള ആളുകൾ, ആ കൂടെ ഉള്ള ആളുകളും രാജ്ഞിയുമായിട്ട് വേറെ സഹബന്ധം പുലർത്താതിരിക്കാൻ ഇവരുടെ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവരുടെ എന്താ പറയുക, ഈ ഒരു ഭാഗം കുണ്ടിഭാഗമല്ല, അതായത് അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആണുങ്ങളുടെ ഭാഗം ഇവർ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആ കട്ട് ചെയ്ത് കളയുന്ന ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇവരുടെ ഈ ഒരു ടെമ്പിളിലെ ആദ്യത്തെ ഭാഗം എന്നാണ് എക്കാസു വിവരിച്ച് പറഞ്ഞത്. എക്കാസു, ഇറ്റ്സ് നോട്ട് റോങ് റൈറ്റ്? Huh? It's not wrong, right? I checked from the internet because I'm also interested. I'm not sure. എക്കാസിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ കയറിയിട്ട് നോക്കാം എന്താണെന്ന്. യുനിക് എന്നാണ് നമ്മുടെ ഈ ഒരു പെനിസില്ലാത്ത ആണുങ്ങളെ പറയുന്നത്. ഇതെന്താ? ഇത് സ്റ്റാമ്പ് അടിക്കുന്നതാണല്ലോ. ഇത് നമുക്ക് ഇത്ര പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാമ്പ് അടിക്കാം. നമ്മുടെ ബുക്കോ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പഴയ ഇവരുടെ ഈ ഒരു ഇതിനൊക്കെ 10, 100, 1000, 10,000 യുവാനാ. 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1.25 ലക്ഷത്തിൻ്റെ അകത്ത് വരും. ഇവിടെ ഓരോ പെൺകുട്ടികൾ വന്നിട്ട് ഓരോ ബുക്കുകൾ വാങ്ങിച്ചിട്ട് 150 തരത്തിലുള്ള സ്റ്റാമ്പുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയാണ്. എക്കാസിന്റെ പോസ്റ്റ് കാർഡ് എടുക്കുവാണ്. എന്നിട്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള ആനിമൽ. എക്കാസ് കോഴിയാണ് കേട്ടോ. കോഴി വർഷത്തിൽ ജനിച്ച എക്കാസുവിന് കോഴിയുടെ സ്റ്റാമ്പ് ഇങ്ങനെ എടുത്തിട്ട് കോഴി. എക്കാസ് ഡ്രാഗനും പാമ്പും, ഡ്രാഗൺ സ്നേക്കാണ് അടിക്കുന്നത്. നോക്കാം. ഇതാണ് ഡ്രാഗൺ സ്നേക്ക്. ഇവിടെ ഫുള്ളായിട്ട് പല രീതിയിലുള്ള നമുക്ക് സുവനീസ്, ഇവരുടെ പ്രാർത്ഥനിക്കുന്ന ഇത്, പിന്നെ ഇവർക്ക് ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ്. സ്റ്റാച്ചുകൾ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല തിരക്കാണ്. നിന്നിട്ട് തന്നെ എന്തോ പോലെ. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം തൊപ്പിയും എന്താ പറയുക ഇങ്ങനത്തെ ഉള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടാണ് വരുന്നത്. കൈയെല്ലാം മറയ്ക്കുന്ന ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ തിരിയാണ് നമുക്ക് കത്തിക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ പേര് ചാമ്പ്രാണിത്തിരി കത്തിച്ച് ഇങ്ങനെ നടക്കുവാണ്. അവർ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന ചാമ്പ്രാണിത്തിരി ദൈവത്തിൻ്റെ വേണ്ടിയതാ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ 3 തിരിയും കത്തിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ ഉള്ള ആളുകളെല്ലാം 3 തിരിയും കത്തിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇവർ പ്രാർത്ഥിക്കുന്നതുണ്ടോ? ഇവർ എനിക്ക് തോന്നുന്നു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അതെല്ലാം ആക്കിയിട്ട് എക്കാസുദാ ചെയ്യുന്ന നോക്കിയോ.
എക്കാസുവിന് തന്നെ കറക്റ്റ് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന്. നമ്മളിത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന സംഭവം തിരി കൊണ്ട് നമ്മൾ ഇതിലിടും. അയ്യോ, ഇവിടെ ആളുകളെല്ലാം ഇങ്ങനെ തിരി കൊണ്ടിട്ടേക്കുന്ന കാഴ്ചയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കും. ഉള്ളിലിവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പൂജ ഒരു ഏരിയ ആണ്. ഇവിടെ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇവര് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ്ട് ഓരോ ആപ്പിളൊക്കെ വന്നിട്ട് ഓരോ ആളുകളായിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ്. മാംഗോയും ഓറഞ്ചും ആണ് നമുക്ക് കിട്ടിയത്. ആപ്പിൾ കിട്ടിയിട്ടില്ല. ഓ സോറി, എല്ലാവരും പറയുന്നു നോ ഫോട്ടോ. നമ്മളെന്തായാലും ഇവിടെ വരെ വന്ന 50 യുവാന്റെ ടിക്കറ്റ് എടുത്തതിൽ വി സേവ് അറ്റ്ലീസ്റ്റ് നമുക്കൊരു 2 യുവാന്റെ സാധനം കിട്ടിയിട്ടുണ്ട് 50 യുവാനില്. എല്ലായിടത്തും എനിക്കിതിന്റെ ഇവിടെ നമുക്ക് ചവിട്ടിക്കൂടാ. ഇത് ഗോഡിന്റെ സ്റ്റെപ്പാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചവിട്ടിക്കൂടാ. അങ്ങനത്തെ ഉള്ളൊരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ പുറകു ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെയും അടിപൊളി കേട്ടോ. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നല്ല രസമുണ്ട്. ബുദ്ധിസ്റ്റ് നമ്മുടെ ടിബറ്റൻ സ്റ്റൈൽ ടെമ്പിൾ ആയതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഇന്ത്യ ഹിമാചലിലെ ആ ഒരു ടിബറ്റൻ ഭാഗത്തു നിന്നൊക്കെ വന്ന ഒരു ഇതാണ്. അല്ലാതെ ചൈനീസ് മെയിൻലാൻഡിൽ സാധാരണ ഉള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളിന് ഇത്രയും ഒരു ഭംഗിയും ആ ഒരു കറക്റ്റ് ട്രഡിഷൻ കാണില്ല. പല ദൈവങ്ങളുടെ മുന്നിൽ പല ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ഇതായിട്ടാണ് കേട്ടോ. പല ദൈവങ്ങൾ ഇവർക്കുണ്ട്. ബുദ്ധ മതത്തിൽ തന്നെ പല ദൈവങ്ങളായിട്ടാണ് എല്ലാം ഉള്ളത്. നമുക്കിനി വേറൊരു ഭാഗത്തോട്ട് പോയി നോക്കാം. ഇവിടെയും നമുക്ക് കുറേ പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. Hello. No fault. ഈ ഒരു ക്ഷേത്ര കവാടങ്ങൾക്കും പൂജിക്കുന്ന ഇടങ്ങൾക്കും ഒരു അന്ത്യമില്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കയറി പോകുന്നു, നമ്മൾ പൂജിക്കുന്നു, വീണ്ടും പല വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു കവാടത്തിൽ നിന്ന് നമ്മൾ അടുത്തൊരു കവാട ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും അതിന് കയറുന്നതിന് മുമ്പ് ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുന്ന മറ്റുമുണ്ട്. നമ്മുടെ ദൈവത്തിനെയും ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇരിപ്പിടമൊക്കെ കണ്ടാൽ തന്നെ കറക്റ്റ് ഒരു ടിബറ്റ് ബുദ്ധിസത്തിനെ പോലെയാണ് തോന്നിക്കുന്നത്. കുറേ വിദേശികളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ റഷ്യൻസൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിപ്പുണ്ട്. ഇത് പ്രാർത്ഥനയ്ക്കും മറ്റും മോങ്സിൻ്റെ ടേബിളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു ഡൊണേഷൻ ബോക്സാണ്. നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നുള്ള ഒരു സംഭവമാണിത്.
മാത്രമല്ല ഈ കാണിക്കപ്പെട്ടിക്ക് ഒരു ഇതുണ്ട്, നമ്മുടെ ചിൻ ഡൈനാസ്റ്റിയുടെ മകൻ, സൺ ഓഫ് ദ ചെന്നോങ്കിങ്, ആ പുള്ളി ജനിച്ചപ്പം ഈ ഒരു ബാത്ത് ടബിലാണ് കുളിച്ചത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയോട് അവർ പറയുന്നുണ്ട് ഇവിടെ. ഇവിടെ വന്നപ്പോൾ വേറൊരു ബുദ്ധയാണ്. ഇത് നല്ല ഉയരത്തിലിരിക്കുന്ന ബുദ്ധ. ഈ ബുദ്ധയുടെ പേര് നമുക്കറിയില്ല. നല്ല ഉയരത്തിലാണ് കേട്ടോ ബുദ്ധയുടെ നമ്മുടെ സ്റ്റാച്ചു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പയ്യെന്ന് പാട്ട് പാടാൻ നോക്കിക്കോ. അവസാനം നമ്മളിവിടെ ഇറങ്ങുവാണ്. കുറേ നേരം ആയപ്പോഴേക്കും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവർ പ്രേ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും ഇതുപോലുള്ള സ്വദേശികൾ വരുന്നത്. എന്നിരുന്നാലും അവരിൽ നിന്നും ഇവർ ഈ ഒരു പൈസ ഈടാക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇവർ ഈ കാശൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരുടെ ടെമ്പിളൊക്കെ പരിപാലിക്കാൻ എന്തായാലും ഉപയോഗിക്കുമായിരിക്കും എന്നുള്ളൊരു നല്ല കാര്യം മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇതിൻ്റെ കുറേ ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ട് വന്ന് കണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡഡ് ടൂറൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആകെയൊക്കെ പറഞ്ഞ ആ സംഭവങ്ങൾ മാത്രമേ അറിയോ. കണ്ടില്ലേ, ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചു വന്നിരുന്ന കുട്ടികളാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ അഴിഞ്ഞു പോകും കേട്ടോ. എൻ്റെ അമ്മ അല്ല. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ശ്രീലങ്കൻ ഒരു പെൺകുട്ടി ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് ബീച്ചിങ്ങിൽ. അപ്പോൾ പുള്ളിക്കാരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. പുള്ളിക്കാരി അവിടെ ഇരിക്കുകയാണ് കുടയൊക്കെ ചൂടി. How are you? And Ekasu. Hi. This is Eka from Taiwan. നമ്മുടെ ഹബി ഇതാണ് കേട്ടോ. ഹായ് ഹബി, ഹൗ ആർ യു? എപ്പടി ഇருக்கு? நல்லா இருக்கா? எப்படி இருக்கு? சைனை குறிச்சு கொஞ்சம் சொல்லுங்க. சைனை குறிச்சு. சைனா நான் நினைச்ச மாதிரி இல்ல, ரொம்ப நெக்ஸ்ட் லெவல்ல இருக்குது. அது நாங்க எங்க கண்ட்ரீஸ்ல எல்லாம் நாங்க சைனா ரொம்ப ஒரு பேட் லைட்ல பேசிட்டு இருக்கோம். ஆனா இங்க வந்து அவ்வளோ கன்வீனியன்ட், அழகான கண்ட்ரி, வெரி ஆத்தென்டிக், and I love China. ചൈന വേറെ ലെവൽ താണേ. യൂറോപ്പ് പോയാലും ഇപ്പൊ അമേരിക്ക பார்த்தா, നീങ്ക ഓസ്ട്രേലിയ പോയിடுச்சு ഒന്നുമേ ഇല്ല. യൂറോപ്പിലെ കൂടെ അவ்வளோ കൺവീനിയൻസ് நான் பார்த்தேன். ചൈന എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് ഈവൻ ട്രാവലേഴ്സ് ആയാലും, ഈവൻ ரொம்ப நிறைய കേരള பசங்க அவங்க நான் பார்த்துடுச்சு. அவங்க எல்லாருமே இதுதான் சொல்லுவேன். ரொம்ப யூகேയിൽ 8 വർഷമായിട്ട് സെറ്റിൽ பண்ண அவங்களும் இதுதான் சொல்லுவேன். ചൈന അതർ ലെവൽ. അപ്പം നമുക്ക് പുള്ളിക്കാരി ശ്രീലങ്കക്കാരിയാണ്, അതുകൊണ്ടാണ് തമിഴ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ശ്രീലങ്ക എന്നുള്ള ഒരു തമിഴ് എഴുതിയ ബിസ്ക്കറ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടോ, ക്രീം ക്രാക്കർ. കണ്ടില്ലേ? താങ്ക് യു. നന്ദി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ എല്ലാവരും എന്താ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇവിടത്തെ എനിക്കൊന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട്. ക്യൂവിന് നിൽക്കുവാണ്. Why is it so famous? ഇത് ഫേമസ് ആണെന്ന് തോന്നുന്നു. 120 രൂപയ്ക്കുള്ള ഐസ്ക്രീമാണ്, ഒരു കോൺ ഐസ്ക്രീം 10 RMB. അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ ഗേറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കയറാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഒരു പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നത്. നമുക്കൊരു ഹോസ്റ്റനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവരുടെ ഫേസ് കാണിച്ചാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫേസ് കാണിച്ചാൽ തുറക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഈ ഒരു പുള്ളിക്കാരൻ കയറിപ്പോയി. അതിൻ്റെ പുറകിൽ നമ്മൾ കയറിപ്പോയി. നമ്മുടെ ഹോസ്റ്റ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ റൂമിൻ്റെ അകത്ത് കയറാനുള്ള ഒരു പാസ്വേഡ് ഉണ്ട്, അത് അടിച്ചാൽ നമുക്ക് തുറന്നു തരും. പഴയ ബിൽഡിങ്ങാണ് നമ്മുടെ. ഒരു പഴയ ബിൽഡിങ്ങാണ്. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. നമുക്കിനി ലിഫ്റ്റ് എവിടെയാണ്? 302. ഈവൻ നമ്മൾ ലിഫ്റ്റ് വരെ നമ്മുടെ ഒരു ഇത് കൊണ്ട് ടച്ച് ചെയ്താൽ മാത്രമേ അത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പുള്ളിക്കാരൻ്റെ ഇതിൽ ചാടി കയറി. പുള്ളിക്കാരൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടം വരെ ഫ്ലോർ എത്താൻ പറ്റി. ഇവിടെ 302 ആണല്ലോ. ഇവിടെ പാസ്പോർട്ട് അടിക്കുന്നു. ഫൈനലി പുള്ളിക്കാരൻ്റെ
വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി ഫ്ലാറ്റ്. ഇതാ കുറേ ഫ്രിഡ്ജ്, മാഗ്നറ്റ്, അടിപൊളിയാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട്. നമ്മളങ്ങനെ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. My name's? Yeah, you're Minze. Xiaojing. Call me Xiaojing. Xiaojing. What are you doing in China? It's a little boring. I'm just working in a finance department. Finance department. Oh, okay, but it's okay. Finance, you can tap on the money. Not too much money. Ching ching always. Yeah, but still it's interesting to count someone money, So, yeah, you also like traveling. Yeah, It seems like I like it a lot, and I'm trying my best to use take advantage of my all holidays to like All together. now, to go abroad, and also maybe some days I would take some like gap year or gap days. But when I come back, last gap year before the epidemic, I went to the South America, and after going back, it's a little hard to find a job because the epidemic year is hard. So now I'm very cautious to like take another gap year. Maybe I wanna get a little fire to retire permanently. To be guys like you. Homeless. All the best anyway. Your life, my dream. പുള്ളിക്കാരൻ ഒരു നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. ഇതാണ് കേട്ടോ, നല്ല ഓർഗനൈസ്. യുവർ ഹൗസ് ഈസ് സോ നീറ്റ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്, വെൽ ഓർഗനൈസ്. This is my dreamland. കണ്ടില്ലേ, പുള്ളിക്കാരന്റെ ഡ്രീമാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ലൊരു അടിപൊളി വീട്. നമ്മളിപ്പോ ഇതിന്റെ പുറത്ത് പോയിട്ട് റോഡിൽ നിന്ന് നമ്മൾ കണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഞാനൊക്കെ ഇവിടെ പുറത്ത് പോയി പുള്ളിക്കാരനും കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ പുള്ളിക്കാരന്റെ ചെറി, പിന്നെ നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. What is this, Akka? It's Pro. Like first time, and I bought the Pro one. It's really popular. I think famous in this area. Called a beef cake, something. ബീഫ് കേക്ക്. ഇത് ബീഫ് ബ്രെഡ് Fried. Beef. Oh. Fried. ഇത് ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡാണ്. I think it's good one, and it's still hot. I think you Indians like it. Will like it. And beef inside. Yeah, beef. കൊള്ളാം. You know you know what is that? What is that? That's everywhere he visit, he bought a book from there. Oh. So it's like If I wanna go, I will buy it. Indonesia, Mexico, Cuba, Japan, like all. ഓരോ പോകുന്ന രാജ്യത്തിന്റെ ഒക്കെ ബുക്കുകളാണ്, ഓരോ രാജ്യത്തിന്റെ ചൈനീസ് ബുക്കുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമ്മളൊരു ചൈനീസ് ടീ ഇവിടെ ഉണ്ടാക്കുവാണ്. അതാണ്ട് ചൂടുവെള്ളത്തില് ഈ കാണുന്നതാണ് ടീ, വൈറ്റ് ടീ. ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന ഒരു ടീ ആണ്. ഇതാണ്ട് വൈറ്റ് എന്നും പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ തുറന്നിട്ട് ഒരു ഉണ്ട പോലുള്ള സാധനമായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചായ. ഇതെടുത്ത് നമ്മൾ ഇടുന്നു. കിണ്ടെന്ന് വേണ്ട, എങ്ങനെയാ? Little more. ഓക്കെ, നമ്മളിങ്ങനെ ഇട്ടാൽ മാത്രം മതി. അത് കുറച്ച് കഴിയുമ്പം ചായ ആയിക്കോളും. This is the first time I saw this, you know. കൊള്ളാലോ. ഇത് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചായ കാണുന്ന. This one is you were doing the tea flavor. How's the tea? Sorry, how's the food? It's good. So spicy കേട്ടോ, ഭയങ്കര സ്പൈസി. അത് കിടന്ന് കറങ്ങി ചായ ആവും. Let's go. നമ്മൾ ഈ ഒരു അടുത്ത് Go to the hot pot. We are going to hot pot. നമ്മൾ ഈ ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി ഒരു 18 മണിക്കൂർ അടിക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി കഴിച്ചതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ തൊട്ട് ഉച്ചനേരം വരെ എഡിറ്റൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ വൈകിട്ട് സമയം 8 മണിയായപ്പോഴാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പൊ ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് പോലെ അനുഭവപ്പെടുന്നുണ്ട്. ബീജിംഗ് ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ബീജിംഗ് സ്റ്റൈലിലുള്ള ഹോട്ട് പോട്ടാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് ഫേമസ് ആയിട്ടുള്ള ആളുകൾ വന്നതിന്റെ ഫോട്ടോ ആണ്. എന്റെ ഫോട്ടോ കൂടെ ഇവിടെ വെക്കണം കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് പറയണം. നീഹാവ്. ഇവിടെ കുറെ പേരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കാറ്റൊക്കെ പോകുന്നു. എന്തോ ഭയങ്കര ഒരു നാറ്റം. അതാണ് എക്ക ഗുഡ് സ്മെൽ ഓവർ. നാറ്റം അടിച്ചിട്ട് വയ്യ എനിക്ക്.
സാധാരണയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ മെനുന്ന് അവർ ഓർഡർ ചെയ്യും, അവരെത്രയെന്ന് ഇതിൽ രേഖപ്പെടുത്തും, എന്നിട്ട് അവരൊരു ഫുൾ ഡിഷായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് ആക്കാം. ഒരു ഹോട്ട് പോട്ടിന് വേണ്ടി നമുക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ വേറെ സൂപ്പാണ്, 2 കാന്താരി മുളകും അതിൽ കുറച്ച് സവാള ഇടത്. ഓ അതിൻ്റെ അകത്ത് കോളാണ് കേട്ടോ, നമ്മുടെ ചാർക്കോളാണ് അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ ഇതെന്താ? It's real fire. What is this, bro? Sorry. The sauce. Sauce. Yeah, that's sauce. It's ഇതാണ് Beijing sauce. ബെയ്ജിംഗ് ലോക്കൽ സോങ്സ് അല്ല സോസ്. പിന്നെ നമുക്കിവിടെ വേറൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, വെളുത്തുള്ളി. I like Sweet garlic. Yeah, it's സ്വീറ്റ് ഗാർലിക് എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, സ്വീറ്റ് ഗാർലിക് ആൻഡ് സോർ. മുകളിൽ ഇവർ ബ്ലെസ്സിങ്ങിന്റെ സൈനാണ് ഇട്ടേക്കുന്നത്. ഇത് ചൈനയിലെ വീടുകളിലൊക്കെ ഇവരുടെ ബ്ലെസ്സിങ്ങിന്റെ സിഗ്നേച്ചർ ഇവർ ഇടാറുണ്ട്, അതാണ് ഇട്ടത്. അതിൽ വന്ന് തിളച്ച വെള്ളം ചേച്ചി കൊണ്ടുവന്ന് ഒഴിക്കുവാണ്. I think you will like this hot pot more than chocolate. എന്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. മീറ്റ് ബോള്, like shrimp roll. ഓ ഷ്രിംപ് റോൾ. വാട്ട് ഈസ് ദിസ്? Tofu. തോഫു. Kind of tofu. ഇത് തോഫു. Yeah. മല്ലിയില. It's No. a kind of vegetable. It's called Yeah. Hao. മല്ലിയിലെ പോലെ ഇരിക്കുന്ന വേറൊരു ഇല. ഇത് നമ്മുടെ ബീഫ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? Lamb? Lamb. I think these two are lamb. Lamb This is and beef. beef. ഇത് Yes, ബീഫും അത് only ലാമ്പും. have lemon. അത് ലാമ്പും. You know, we like lamb so much. Yeah. We are from Inner Mongolia. Yeah. ഇവർക്ക് ലാമ്പ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവർ ഇന്നർ മംഗോളിയക്കാരാണ്. ഇന്നർ മംഗോളിയ എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രൊവിൻസ് ആണ്, ഒരു നോർത്തേൺ പ്രൊവിൻസ്. മംഗോളിയ രാജ്യത്തിന്റെ അടുത്ത് കിടക്കുന്ന ഒരു പ്രൊവിൻസ് ആണ് ഇന്നർ മംഗോളിയ. ഇത് നമ്മൾ ഇതിട്ട് മിക്സ് ചെയ്യുന്നു, ഇത് മുക്കുന്നു, അതിൽ മുക്കുന്നു, ഇതിൽ മുക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിൽ വന്ന് കിടന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ബീജിംഗ് വിടുവാണ്. ബീജിംഗിൽ അടുത്ത കൂടുതൽ വലിയ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഞാൻ മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.